അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് രാവിലത്തെ ഒരു കുട്ടിയും മിനി വ്ളോഗാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും ഹാക്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് തരിക പ്ലീസ്. അങ്ങനെ ഞാൻ രാവിലെ മോനിക്ക് കൊണ്ടുപോകാനായിട്ട് അവന് മുട്ടയും ബ്രെഡും വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കുന്നത്. ഒരു മുട്ട, കുറച്ച് കുരുമുളക് ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കുറച്ച് നെയ്യിട്ട് അതൊന്ന് ആംപ്ലേറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് രാവിലത്തെ പണി എളുപ്പമാക്കിയെടുക്കാനും രാവിലെ തന്നെ നമ്മളെല്ലാ പണിയും ഒരുക്കി വെച്ചാൽ നമുക്ക് പണി എളുപ്പമായിട്ട് ബാക്കി സമയം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആ ഒരു മുട്ടയിലോട്ട് ഞാൻ 4 ബ്രെഡ് വെച്ചിട്ട് അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വശത്തേക്ക് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുട്ട ബ്രെഡിലോട്ടേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കിട്ടും. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കലുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം. അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ കഴുകുമ്പോൾ അതിലോട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് ഡിഷ് വാഷും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുലുക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ള വൈവഴിപ്പ് പെട്ടെന്ന് പോയി കിട്ടും. നമുക്ക് അതിലോട്ടേക്ക് സ്പോഞ്ചൊന്നും ഇടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വൈവഴിപ്പ് നന്നായിട്ട് കുപ്പി ക്ലീനായിട്ട് കിട്ടും. സ്കൂളിൽ പോകാനുള്ള മക്കളുള്ളവർക്ക് അവരെ ഒരുക്കി അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് പണികളൊക്കെ പെട്ടെന്ന് നീങ്ങുക. അങ്ങനെ ഞാൻ അവനക്കുള്ളതൊക്കെ തുടച്ച് പ്ലേറ്റൊക്കെ തുടച്ചിട്ട് അവനെ ഒരു ഭാഗത്തേക്ക് റെഡിയാക്കി നിപ്പിച്ച് വെച്ചിട്ടാണ് ബാക്കി പണികൾ ചെയ്യുക. നമ്മൾ അന്നന്ന് ക്ലീനാക്കി കച്ചറയാകുമ്പോൾ അന്നന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായിട്ട് കിട്ടും. ആ ഒരു മുട്ട ഞാനിങ്ങനെ മുറിച്ചിട്ട് തിരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം സ്കൂൾ കൊടുക്കുന്നതല്ലേ, എടുക്കുമ്പോൾ തന്നെ മുട്ട കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് മേലെ ആക്കി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളവും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവനെ ഒരു വൈകാക്കിയിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരി വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അരി നന്നായിട്ട് നമ്മൾ സൈഡിൽ നിന്നൊക്കെ കൈവച്ചിങ്ങനെ വാരിയെടുത്തിട്ട് ഒട്ടും വേസ്റ്റാക്കാതെ വാരിയെടുക്കുക. എന്നിട്ട് ഗ്രൈൻഡർ നമുക്ക് കഴുകാൻ എളുപ്പത്തിന് ഞാനൊരു ട്രിക്സ് കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു മെഷീൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്നും കൂടി കറക്കിയെടുക്കുക. അപ്പോൾ അരിയൊക്കെ ആ വെള്ളത്തിലേക്ക് ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് കലങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു അരി അരച്ച ഭാഗമൊക്കെ നമ്മൾ അന്നേരം തുടച്ച് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ കിച്ചണിൽ ഇണങ്ങൊന്നും വരില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. മല്ലിയില 2-3 ദിവസമൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് കൊറിയൻ ഗ്ലാസ്കിന് കിട്ടുമല്ലോ, റൈസ് വാട്ടറാണ്, തലേന്നത്തെ റൈസ് വാട്ടറാണ്. അപ്പോൾ അത് കുറച്ച് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പണി കഴിയുമ്പോഴേക്കും അതുണങ്ങി കിട്ടുകയും ചെയ്യും. ജോലിക്കിടയിൽ കൊറിയൻ ഗ്ലാസ്കിനും ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ ഞാൻ ഇത് വീഡിയോയിൽ പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം വെട്ടി തിളങ്ങാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് കല്ലുപ്പും കുറച്ച് വെണ്ണീരും കുറച്ച് ഡിഷ് വാഷും കൂട്ടിയാണ് തേച്ചെടുക്കുന്നത്. നോക്കുമ്പോൾ വീഡിയോയിൽ പെട്ടിട്ടില്ലായിരുന്നു, ഉണക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ട് തേച്ചരച്ച് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട്. വെട്ടി തിളങ്ങും. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഇങ്ങനെ കഴുകിയാൽ കച്ചറയൊക്കെ പോയിട്ട് നന്നായിട്ട് വെട്ടി തിളങ്ങും. നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ ഗ്ലാസ്, അതുപോലെ ജഗ്, സ്റ്റീലിൻ്റെ പാത്രം, പ്ലേറ്റ് ഇതൊക്കെ ഈ ഒരു മിക്സ് ഉപയോഗിച്ച് കഴുകിയാൽ നമുക്ക് 10 രൂപ ചിലവില്ലാതെ നമ്മുടെ കിച്ചന് നന്നായിട്ട് വെട്ടി തിളങ്ങി കിട്ടും. എപ്പോഴും ഈ ഒരു സിങ്കിൻ്റെ ഭാഗം നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴുകാൻ ശ്രമിക്കുക. ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാക്കുമ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ജീരകം ഇട്ടിട്ടുള്ള വെള്ളം പതപ്പിച്ചിട്ട് ജഗ്ഗിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചോളൂ. ആ ജഗ്ഗിൽ നിന്ന് തണിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അത് ഒരു ഭാഗത്ത് വെച്ചിട്ട് അടുത്തൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സോപ്പൊക്കെ ഉപയോഗിക്കാനുള്ള ടിപ്സാണ്. സോപ്പ് നമ്മളിങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നന്ന് വന്നിട്ട് ഓരോ ഷേപ്പിൽ മുറിച്ചെടുക്കുമല്ലോ തീരുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പഴയ പാത്രത്തിലോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരുമ്പോൾ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഓരോരോ പീസ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ദിവസത്തേക്കും എത്തുകയും ചെയ്യും. ഓരോരോ പീസ് ഒരു ദിവസമൊക്കെ 2 ദിവസമൊക്കെ എത്തുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ തിരക്കിൽ വന്ന് മുറിക്കുമ്പോൾ നമുക്ക് പല സൈസിൽ വന്ന് മുറിച്ചിട്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും. അടുത്തൊരു ടിപ്പാണ്, നമ്മൾ ബൂസ്റ്റ്, ഹോർലിക്സ് ഇതൊക്കെ കവറിൽ വാങ്ങി ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സൈസിലുള്ള അതേ ബോട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കവറിൽ വാങ്ങി ആ ഒരു ബോട്ടിൽ ഇട്ട് കൊടുത്താണ്. ലാഭമൊന്നും ഇല്ല കേട്ടോ, രണ്ടും സെയിമാണ്. കവറിൽ വാങ്ങിയാലും ബോട്ടിൽ വാങ്ങിയാലും ഒക്കെ ഒരേ സൈസിലാണ് നമുക്ക് ബൂസ്റ്റ് പൊടി കിട്ടുക. അപ്പോൾ ആ ഒരു ബൂസ്റ്റ് പൊടിയുടെ കവർ ഞാൻ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തുടച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണം. അങ്ങനെ ആ ഒരു കവറിലോട്ട് നമുക്ക് എല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കാം. ഞാനിവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കവറുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഡോറിൽ ഇങ്ങനെ അടക്കി പെറുക്കി ഒതുക്കി വെക്കാൻ പറ്റും. തുറക്കുമ്പോൾ തന്നെ നമുക്ക് എടുക്കാനും എളുപ്പം കഴിയും. അങ്ങനെ ഇന്നത്തെ ജോലി എൻ്റെത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് തരിക. അടുത്തൊരു വീഡിയോയിൽ കാണാം.